പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്താണ് കോൺഗ്രസിന് ചാണ്ടിയുമ്മനോട് ഇത്ര പ്രശ്നം? ചാണ്ടിയുമ്മനെ സ്നേഹിക്കുന്നവരും ചാണ്ടിയുമ്മൻ്റെ അനുയായികളും കുറച്ചു കാലമായി ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണിത്. ഈ ചോദ്യം ചാണ്ടിയുമ്മനോട് ചോദിച്ചാൽ അതിന് വളരെ മയപ്പെടുത്തിയുള്ള അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും തോന്നലാണ് എന്നുള്ള ഉത്തരങ്ങളാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ആ ഉത്തരത്തിനൊരു മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചില ചവിട്ടിത്താഴ്ത്തലുകളെക്കുറിച്ച്, ചില പരോക്ഷമായ മാറ്റി നിർത്തലുകളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത്. കോൺഗ്രസ് പാർട്ടിയിലും പുറത്തും വലിയ വിവാദങ്ങൾക്കാണ് ഇത് തിരികൊളുത്തിയത്. കോൺഗ്രസ് ആകെ ഒന്ന് കുലുങ്ങിയെന്ന് വേണം പറയാൻ. നേതൃത്വ മാറ്റം പോലും ചർച്ചയിൽ വരാനായി ചാണ്ടിയുമ്മൻ്റെ ഈ പ്രസ്താവന കാരണമായി. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ പോക്ക് ശരിയല്ലെന്നും ഇങ്ങനെയായാൽ എന്തായിത്തീരുമെന്ന പേടി പാർട്ടി പ്രവർത്തകർക്കുണ്ടെന്നും ചാണ്ടിയുമ്മൻ MLA മാധ്യമങ്ങളോട് ആരെയും ഭയക്കാതെ തുറന്നു പറഞ്ഞു. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തനിക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയില്ലെന്നു മാത്രമല്ല, കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് പോലും തന്നെ ഇറക്കിവിട്ടെന്നും ഹൃദയവേദനയോടെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ലോക സർവമത സമ്മേളനത്തിന് ശേഷം ചൊവ്വാഴ്ച നാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചാണ്ടിയുമ്മൻ തെല്ലൊരു നിരാശയോടെ എങ്കിലും കാമ്പുള്ള രീതിയിൽ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ MLA ആയപ്പോൾ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിലായി 40-ലേറെ പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും എന്നെ ചുമതല ഏൽപ്പിച്ചില്ല. എല്ലാ MLA-മാർക്കും എവിടെയെങ്കിലും ചുമതല നൽകിയിട്ടുണ്ട്. എനിക്ക് മാത്രം അയോഗ്യത കൽപ്പിക്കുന്നതിൽ വിഷമമുണ്ട്. എന്നിട്ടും പ്രവർത്തനത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വയനാട്ടിൽ 12 ദിവസം താമസിച്ചു പ്രവർത്തിച്ചത് നേതാവിനോടുള്ള പ്രത്യേക താല്പര്യം കാരണമാണ്. എന്നോട് ആർക്കെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളതായി തോന്നുന്നില്ല. പുനഃസംഘടനയിൽ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ചാണ്ടിയുമ്മൻ ഇങ്ങനെ പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ കോൺഗ്രസ് എന്ന പാർട്ടി മാറ്റി എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹം ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാൻ രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ വരാതിരുന്നത് ആശയവിനിമയത്തിലെ പിശക് കാരണമാണെന്നും ചാണ്ടിയുമ്മൻ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ തനിക്കെതിരെ ഉയരുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ചാണ്ടിയുമ്മൻ നൽകുന്നത്. ചാണ്ടിയുമ്മനെതിരെ ഒരു പട തന്നെ കോൺഗ്രസ് ഒരുക്കുന്നുണ്ട് എന്നുള്ള സൂചന ചാണ്ടിയുമ്മന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ചാണ്ടിയുമ്മൻ്റെ ഈ പ്രസ്താവനയോടെ നേതൃനിരയിൽ മാറ്റം വരണമെന്ന ചർച്ച സജീവമാണ്. അക്കാര്യത്തിൽ കെ മുരളീധരൻ പറയുന്നത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ്. ചാണ്ടിയുമ്മൻ പാലക്കാട്ട് പ്രചരണത്തിനെത്തിയിരുന്നുവെന്നും അത് ഗുണം ചെയ്തെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും എടുത്തു പറയുന്നു. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ആ ഒരു പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുണം ചെയ്തു. പാർട്ടി പുനഃസംഘടനയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് VD സതീശൻ മറുപടി കൊടുത്തു. ഇക്കൂട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മറുപടിയാണ് അല്പമെങ്കിലും ചാണ്ടിയുമ്മനെ മനസ്സിലാക്കിക്കൊണ്ടുള്ളത്. ചാണ്ടിയുമ്മൻ്റെ മനസ്സിന് വിഷമമുണ്ടായതുകൊണ്ടാകാം ചാണ്ടിയുമ്മൻ അങ്ങനെയെല്ലാം പറഞ്ഞത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നേതൃത്വ മാറ്റത്തെ ചൊല്ലി കോൺഗ്രസിൽ നിഴൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യപ്പെടുത്തിയ ചാണ്ടിയുമ്മൻ MLA-യുടെ വെളിപ്പെടുത്തലുകളാണ് ഇതിനെല്ലാം തിരികൊളുത്തിയിരിക്കുന്നത്. ഇനി അങ്ങനെ ഒരു നേതൃമാറ്റം ഉണ്ടായാൽ അത് KPCC പ്രസിഡന്റിന് മാത്രമായിരിക്കില്ല. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ മാറ്റവും ഇതോടൊപ്പം നടക്കേണ്ടതാണ് എന്നും പറയുന്നവരുണ്ട്. KPCC പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന കാര്യവും ഇതുതന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ചാണ്ടിയുമ്മൻ എഫക്റ്റിൽ സംഭവിച്ചതാണ്. ചാണ്ടിയുമ്മൻ്റെ ഒരൊറ്റ പ്രസ്താവന എല്ലാം മാറ്റിമറിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇതിനിടയിൽ
ഒരു ഹൃദയഹാരിയായ പ്രസ്താവനയുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി. ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന സ്മാരകമായ മകൻ ചാണ്ടി ഉമ്മനെ അവഗണിക്കരുതെന്നാണ് ചെറിയാൻ ഫിലിപ്പ് അഭ്യർത്ഥിച്ചത്. ഉമ്മൻചാണ്ടിയെ ആദരിക്കുന്ന ലക്ഷക്കണക്കിന് കേരളീയരുടെ സ്നേഹപ്രതീകമാണ് ചാണ്ടിയുമ്മൻ. കോൺഗ്രസ് നേതൃത്വം ഈ യുവ നേതാവിനെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഉമ്മൻചാണ്ടിയോടുള്ള ജനകീയ വൈകാരികത പാർട്ടിക്ക് തന്നെ അനുകൂലമായി മാറുമെന്ന് ചെറിയാൻ ഫിലിപ്പ് സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇല്ലാതായ എ ഗ്രൂപ്പിൻ്റെ പിന്തുടർച്ചാവകാശത്തെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ അപ്രസക്തമാണ്. ഒരു ഗ്രൂപ്പുമില്ലാതെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി പോകണമെന്നാണ് എല്ലാ പ്രവർത്തകരുടെയും അഭിപ്രായമെന്നും ചെറിയാൻ ഫിലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയുണ്ടായി. വിവേകമുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മറ്റൊരിടത്ത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശം ആർക്കെന്നതിൽ തുടങ്ങിയ തർക്കം മുറുകുകയാണ്. ഷാഫി പറമ്പിൽ കൊണ്ടുപോയ ആൾക്കൂട്ടത്തെ ചൊല്ലിയാണ് ചാണ്ടി ഉമ്മൻ ആദ്യം പിണങ്ങിയതെന്നാണ് പറയുന്നത്. അത് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവത്രേ. പതിയെ ഷാഫി രാഹുൽ ടീമിൻ്റെയും പിന്നെ വി ഡി സതീശൻ്റെയും എതിർപക്ഷമായി ചാണ്ടി ഉമ്മൻ എന്നും പറയുന്നവരുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പോകാനായിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആഗ്രഹം. പക്ഷേ ചാണ്ടിയുമ്മൻ വഴങ്ങിയില്ല എന്നാണ് പറയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയെ അകറ്റി നിർത്താനുള്ള ഒരു കാരണം ഇതാണത്രേ. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടോടെ ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നതും ഇവർക്കൊരടിയായി. ഇങ്ങനെയെല്ലാം കൊണ്ടും ചാണ്ടിയുമ്മൻ്റെ ഈ മനോവിഷമം ഒരു വിവാദമായതോടുകൂടി വീണ്ടും ചാണ്ടിയുമ്മന് തന്നെ നേരിട്ടിറങ്ങി അദ്ദേഹം പറഞ്ഞതിൻ്റെ നെല്ലും പതിരും തിരിച്ച് വാർത്താമാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ചാണ്ടിയുമ്മൻ ഒരു വട്ടം മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാണ്ടിയുമ്മനെതിരെ ചോദ്യങ്ങൾ നെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഹൃദയവേദന തോന്നി പറഞ്ഞു പോയതാണ് എന്നാണ് ചാണ്ടിയുമ്മൻ കൊടുക്കുന്ന ആദ്യത്തെ മറുപടി. എല്ലാ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്തം പോലും പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ലായിരുന്നു അത്രേ. തികച്ചും തൻ്റെ വ്യക്തിപരമായ ഒരു മനോവിഷമം മാത്രമാണ് അവതരിപ്പിച്ചത്. അല്ലാതെ പാർട്ടിക്കെതിരെ താൻ നീങ്ങുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രതികരണങ്ങൾ ശരിയല്ല എന്നും ഇതിനെയൊക്കെ പർവ്വതീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും ചാണ്ടിയുമ്മൻ തന്നെ നേരിട്ട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്കപ്പുറം ചാണ്ടിയുമ്മന് മറ്റൊന്നുമില്ലെന്നും ഒരാൾക്കെതിരെയും ഒളിയം പെയ്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കിയ ചാണ്ടിയുമ്മൻ പ്രതിപക്ഷ നേതാവിനെ ഉദ്ദേശിച്ച് ഒരിക്കൽ പോലും താൻ സംസാരിച്ചിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിച്ച് തീർക്കുമെന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ വരുന്നു എന്ന് പറയുന്നത് പോലെ ഇതിനിടയിൽ കോലിട്ടിളക്കുന്ന രക്തം കുടിക്കുന്ന വാർത്താ മാധ്യമങ്ങളോടടക്കം കാര്യങ്ങളെ ദയവായി വളച്ചൊടിക്കരുത് എന്നും ചാണ്ടിയുമ്മൻ അപേക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നിവരോട് ഇടഞ്ഞു നിൽക്കുകയാണ് ചാണ്ടിയുമ്മൻ എന്നതിന് ഒരു തക്ക മറുപടി അദ്ദേഹം പ്രതികരണത്തിൽ നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ഷാഫിക്കെതിരെയോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരെല്ലാം തൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഇതാണ് ചാണ്ടിയുമ്മൻ്റെ വാക്കുകൾ. താൻ പറഞ്ഞ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളിലെ ചില ഭാഗങ്ങൾ മാത്രം ചുരണ്ടിയെടുത്തുകൊണ്ട് ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും ചാണ്ടിയുമ്മൻ ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു പുതിയ മുഖമായി ചാണ്ടിയുമ്മൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പാർട്ടി തന്നെ ചാണ്ടിയുമ്മനെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നത്. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ വലിയ നിരാശയ്ക്കും അമർഷത്തിനുമാണ് ഇടവരുത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആകെയുള്ള ഒരു രാഷ്ട്രീയ മുഖമാണ് ചാണ്ടിയുമ്മൻ. മറ്റു 2 പെൺമക്കൾക്കും രാഷ്ട്രീയത്തോട് ചാണ്ടിയുമ്മനോളം താല്പര്യമില്ല. ആ ഒരു മുഖം കൂടി രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് മായ്ച്ചു കളയാനാണോ കോൺഗ്രസിൻ്റെ പുറപ്പാട് എന്ന് സംശയിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവായ ഉമ്മൻചാണ്ടിയുടെ പേരിലും അല്ലാതെയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ തിരക്കിൽ കൂടിയാണ് ചാണ്ടിയുമ്മൻ. ഇതിനിടയിലാണ് ചാണ്ടിയുമ്മൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ മുളപൊട്ടി വരുന്നത്. റോമിലെ മാർപ്പാപ്പയുമൊത്തുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഊർജം ചെറുതല്ല എന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വളരെ മൂല്യമുള്ളതാണെന്നും തിരിച്ചറിഞ്ഞ ചാണ്ടിയുമ്മൻ ഇനി ജീവിതത്തിൽ സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് എല്ലായിടത്തും പരക്കട്ടെ എന്നും
ചാണ്ടിയുമ്മൻ ആശംസിക്കുകയാണ്. അതെ, തൊഴുത്തിൽ കുത്തും കുതികാൽ വെട്ടും നിർത്തി കോൺഗ്രസ് പാർട്ടിയിൽ സമാധാനവും ഒരുമയും പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്നും കഴിവുള്ള ജനസമ്മതിയുള്ള യുവ നേതാക്കൾ ഉയർന്നു വരട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ചാണ്ടിയുമ്മൻ്റെയും ചിന്ത അതുതന്നെയായിരിക്കും.